മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃസ്മരണകളോടെ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനായി ക്ഷേത്രങ്ങളിലെത്തിയത്. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ 10,000-കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണം നടത്തിയത്. പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. 15 കർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു കർമ്മങ്ങൾ. ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനും ഭാരതപ്പുഴയുടെ ഇരുകരകളിലും മുഖാമുഖം പ്രതിഷ്ഠയുള്ളതിനാൽ ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിനത്തിൽ ബലിയിടുമ്പോൾ പ്രത്യേക ഫലസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം. സേവാഭാരതിയുടെ 250ഓളം സന്നദ്ധ പ്രവർത്തകർ സേവനവുമായി രംഗത്തുണ്ടായിരുന്നത് ഭക്തർക്കേറെ ആശ്വാസമായിരുന്നു. കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ഹിന്ദു ഐക്യവേദി, വരക്കൽ ബലിതർപ്പണ സമിതി, വരക്കൽ ദുർഗാദേവി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സമിതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. 10,000-കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. പിതൃസ്മരണകളോടെ വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. കർക്കിടകവാവിനോടനുബന്ധിച്ച കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പയ്യാമ്പലം കടപ്പുറത്തും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. പയ്യാമ്പലത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു പിതൃതർപ്പണ ചടങ്ങുകൾ. ആയിരക്കണക്കിന് ആളുകളാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ഈ ചടങ്ങിൽ പങ്കെടുത്തത്. വർഷങ്ങളായി നൽകിവരുന്ന സേവനമാണ് മുടക്കമില്ലാതെ ഇത്തവണയും സേവാഭാരതി നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്.